ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് നടപടിയാകുന്നു. മെയ് 9-ന് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും അടച്ചിട്ട് നടപടികൾ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ 30-ന് വിവിധ രാഷ്ട്രീയ സംഘടനാ ഉദ്യോഗസ്ഥ യോഗം ചേരും. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയായി. 2023 ഓഗസ്റ്റിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കെട്ടിടത്തിന്റെ ബീമുകളിലും തൂണുകളിലും ഗുരുതരമായ വിള്ളലുകൾ കണ്ടെത്തുകയും കോൺക്രീറ്റ് കമ്പികൾ പഴകി ദ്രവിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സൺഷേഡുകൾ അടർന്നു വീഴുന്ന സ്ഥിതിയിലായതോടെ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. പകരമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2025-26 സാമ്പത്തിക വർഷത്തിൽ 7 കോടി രൂപയുടെ പദ്ധതി രേഖ നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. മെയ് 9-ന് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി അടച്ചിട്ട് നടപടികൾ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിലാണ് നഗരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇതു സംബന്ധിച്ച് ഏപ്രിൽ 30-ന് വിവിധ രാഷ്ട്രീയ സംഘടനാ, വ്യാപാരി, തൊഴിലാളി, ഉദ്യോഗസ്ഥ, ജനപ്രതിനിധികളുടെയും യോഗം ചേരും. ഇതിൽ വെക്കേണ്ട നിർദ്ദേശങ്ങളാണ് അജണ്ടയായി കൗൺസിലിൽ ചർച്ച ചെയ്തത്. എന്തായാലും ബസ് സ്റ്റാൻഡ് നമുക്ക് ഇനി ദീർഘകാലം ആ കെട്ടിടം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരാൾക്ക്, പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ ഇതിനേക്കാൾ കൂടുതൽ അപകട സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനോട് അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ നിർദ്ദേശം കൗൺസിൽ ഉണ്ടാകാതിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണെന്നും ബസ്സുകളുടെ അനധികൃത സ്റ്റോപ്പുകളും അമിത വേഗതയും നിയന്ത്രിക്കാനാവശ്യമായ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പറഞ്ഞു. എല്ലാ വണ്ടി നിർത്തിയാണ് വഴി ഇങ്ങനെ നിർത്തിയാൽ പിന്നെ അങ്ങനെ കൂടെ മറ്റു വാഹനങ്ങൾ പോകണ്ടേ. ഒന്നത്. രണ്ടാമത് മരണപ്പാച്ചിലാണ് ബസ്. ഞാൻ എനിക്ക് തന്നെ അപകടത്തിൽ രക്ഷപ്പെട്ടതാണ്. ഞാൻ പോലീസിന്റെ വളരെ മോശമാണെന്ന് വെച്ചാൽ പല റോഡ് എല്ലാവർക്കും അറിയാം. പോലെ വന്ന എത്തുന്നവരെ വലിയ കുഴപ്പമില്ല. ഭയങ്കര പ്രയാസമാണ്. ഞാനൊരു കൽപ്പത്തിന്റെ അവിടെ വെച്ചിട്ട് ഒരു ബസ് തന്നെ ചെയ്യുമ്പോൾ കൂടെ പോയി. മാത്രമല്ല അവൻ ഓടേണ്ട റോഡിൽ ഒരാളെ വെച്ചെങ്കിൽ അപ്പൊ ഒന്ന് കൊല പിടിച്ച് പോകണമായിരുന്നു. അപ്പൊ ഇതിനുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത്. പുതിയ ബസ് സ്റ്റാൻഡിനെ ഉൾപ്പെടുത്തി ദീർഘകാലത്തേക്കുള്ള പരിഷ്കരണമാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ കൗൺസിലർ P. സുബീഷ് പറഞ്ഞു. ചുരുങ്ങിയ കാലഘട്ടത്തേക്കുള്ളതല്ല, വലിയൊരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കാറുണ്ട്. ഏകദേശം നമ്മൾ 5 വർഷത്തെ പ്രവർത്തനം മുന്നിൽ കാണാം. നമ്മുടെ സാമ്പത്തിക ലഭ്യതയെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിൽ ദീർഘകാലത്തെ ട്രാഫിക് പരിഷ്കരണം നമ്മൾ ആലോചിക്കുന്നത്. അത് കൃത്യമായിരിക്കണം. ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തതായിരിക്കണം. പുതിയ പരിഷ്കാരം വ്യാപാരികളുടെ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാകണമെന്ന് ലീഗ് കൗൺസിലർ മീര നൌഫലും കൂടുതൽ ആലോചന ഈ വിഷയത്തിൽ ആവശ്യമാണെന്നും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ 2 വർഷത്തേക്കുള്ള പരിഷ്കരണമാണ് നടപ്പാക്കേണ്ടതെന്ന് BJP കൗൺസിലർ P. ജയനും സ്കൂൾ തുറക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടാക്കാതെ ശ്രദ്ധിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ ശ്രീലജ വാഴക്കുന്നത്തും പറഞ്ഞു. സ്ഥിരമായി വാഹനം നിർത്ത കടകളുണ്ട്. കടകളിലേക്ക് വരുന്ന വാഹനം പിന്നെ എവിടെ നിർത്താം? നമ്മൾ പറഞ്ഞു ഈ KTMന്റെ അവിടെ ബസ്സുകൾ നിർത്താനാണ്. അവിടെ സ്ഥിരമായി കടകളിലേക്ക് വരുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യാം? വാഹനം കടക്കാരെ പ്രയാസം നമ്മൾ കാണണ്ടേ? ഒരു വാഹനങ്ങൾ നിർത്താതെ കുറച്ച് സ്പേസിലുള്ള കാര്യം. നമ്മൾ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ വാങ്ങാൻ വരുന്ന അവരുടെ പ്രയാസം കൂടി കണക്കിലാക്കാൻ വേണ്ടി ട്രാഫിക് പരിഷ്കരണം ഉണ്ടാക്കാൻ പുതിയൊരു സംവിധാനം ആവുന്നവരേക്ക് എന്തായാലും 2-3 കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ആ 2-3 കൊല്ലക്കാലത്തേക്ക് ജനങ്ങൾക്ക്, നമ്മുടെ നഗരസഭയിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ പുറമെ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന വരുന്ന സ്ഥലം, അവർക്കൊന്നും പ്രയാസമില്ലാത്ത രീതിയിൽ ഒരുക്കി കൊടുക്കാൻ നഗരസഭ എന്നുള്ളവർക്ക് നമുക്ക് കഴിയണം. കൂടുതൽ ആലോചന ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുശേഷം ആയിരിക്കണം നേരത്തെ പറഞ്ഞ യോഗം വിളിച്ചു ചേർക്കേണ്ടത്. കാരണം നമ്മുടെ ചെർപ്പുളശ്ശേരി ഉള്ളത് ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 8ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ വരുന്നു, 5ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ വരുന്നു, +1ലേക്ക് പുതിയ കുട്ടികൾ വരുന്നു. അവർക്ക് ഒരുപക്ഷെ ഇത്രയും കാലം വീടിന്റെ മുറ്റത്തുനിന്ന് ഓട്ടോ കയറി പോയി വന്നുള്ള ശീലമുള്ള കുട്ടികളായിരിക്കും. ഈ വർഷം മുതൽ ഈ ഒരു വിദ്യാലയത്തിലേക്ക് ലൈൻ ബസ്സിൽ വരാൻ ആഗ്രഹിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വലിയ പ്രയാസം ഉണ്ടാകും. അതേസമയം കഴിഞ്ഞ ഭരണസമിതി എടുത്ത ഗതാഗത പരിഷ്കാരങ്ങളിൽ നേരിയ മാറ്റങ്ങൾ വരുത്തിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വാഹന പാർക്കിംഗും ബസ് സ്റ്റോപ്പുകളുടെ മാറ്റങ്ങളെക്കുറിച്ചും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീജ് യോഗത്തിൽ വിശദീകരിച്ചു. പിന്നെ നേരത്തെ നിഷാദ് പറഞ്ഞ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്നത് വരെ നിലവിലുള്ള സ്ഥിതി തുടരുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ബസ് സ്റ്റാൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നേരത്തെ ശ്രീജ ഉൾപ്പെടെ പറഞ്ഞ പോലെ തന്നെ ബസ് നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇവിടുന്ന് ആ ബസ്സിന്റെ സമയം കഴിഞ്ഞാൽ ഇവിടുന്ന് നിലവിൽ ബസ് പാർക്ക് ചെയ്തുകൊണ്ട് ഒറ്റപ്പാലം റോഡിലേക്ക് ഏതൊക്കെ റൂട്ടിലേക്കാണ് ആ ബസ്സുകൾ പോകുന്നതെങ്കിൽ ആ ബസ്സിന് നിർത്താനുള്ള സൗകര്യം താൽക്കാലിക നിർത്താനുള്ള സൗകര്യമാണ് നേരത്തെ പറഞ്ഞ റോളക്സ് ഹോട്ടലിന്റെ മുൻവശത്ത് നിന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ താഴെ ഭാഗത്തുള്ള വീതിയോട് കൂടിയ ഭാഗത്ത് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് ആളുകളെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് സമയമാകുമ്പോൾ ഇവിടെ നിർത്തി പോകുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ പാസിംഗ് വാഹനങ്ങളുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട സംഘടനകൾ നിയമാനുസൃത തീരുമാനം എടുക്കാവുന്നതാണെന്നുള്ളൊരു ക്ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു 34 കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. 15 അജണ്ടകളും ഒരു സപ്ലിമെന്ററി അജണ്ടയുമാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. CCN ചെറുപ്പുളശ്ശേരി.